ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യണത്. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ചാനലിനൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിക്ക് പോവാം. അപ്പൊ അതിനായിട്ട് 4 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ അരിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യണ ഭാഗം കളയണ്ട കേട്ടോ. അത് വെച്ച് നമുക്കൊരു അടാറായിട്ട് ഉണ്ടാക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിലിടും. കട്ട് ചെയ്ത ബ്രെഡ് അവിടെ എടുത്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ സിന്നമൺ പൗഡർ, പട്ട പൊടിച്ചതില് അതിന്റെ പൊടി. 4 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. തീ കുറച്ചിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. തീരെ തീ കൂട്ടിയിടരുത്. പ്രത്യേകിച്ച് ബട്ടറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അതിന്റെ ആ ഒരു ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വരും. ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടുകയും ചെയ്യും, ബട്ടർ കരിഞ്ഞു പോവുകയില്ല കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോ പീസ് എടുത്ത് മുട്ടയിൽ ഇങ്ങനെ മുക്കി കൊടുക്കുക. അടുത്ത പീസും കൂടെ എടുത്തൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആദ്യത്തെ ബ്രെഡിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ 4 കഷ്ണങ്ങളും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. 2 കഷ്ണം കൂട്ടി വെച്ചിട്ടാണ് ആ പാനിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. തീ കുറച്ചിടാൻ മറന്നു പോകരുത്, കരിഞ്ഞു പോകും. പഞ്ചസാര ചേർത്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും, വേവേ ഇല്ല ഉള്ളു. ഒരു ഭാഗം മുരിഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ സൈഡ് ഭാഗം കൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കണ്ടേ. അപ്പൊ അതിനായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിന്റെ 4 ഭാഗവും ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ സൈഡും നമുക്ക് മുരിഞ്ഞ് കിട്ടും. അപ്പൊ അതാ നമ്മളെ ബ്രെഡ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മേപ്പിൾ സിറപ്പോ ഹണിയോ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അത് ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ അസാധ്യ ടേസ്റ്റ് ആണ്. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാവും. ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.